Hi guys, welcome to my second solo international trip of the year. അഹങ്കാരം കൊണ്ട് പറയുമല്ല, this is my second country this year. Now we are at Thailand. So I'm going to be spending ഒരു 9 ദിവസം ഇവിടെ ഉണ്ടാവും ഞാൻ. ആൻഡ് റൈറ്റ് നൗ ഐ എം അറ്റ് ബാങ്കോക്ക്. ബാങ്കോക്കിൽ ഫ്രാനക്കോൺ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വൈ ഫ്രാനക്കോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ കാരണമൊന്നുമില്ല. എനിക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള ഒരു കണക്ഷനാണ് ഇവിടുന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ സെലക്ട് ചെയ്തത്. സോ ഐ ബി സ്പെൻഡിങ് ജസ്റ്റ് ഫ്യൂ അവേഴ്സ് ഹിയർ. ഞാൻ ഈവനിങ് തിരിച്ച് പോവും ടു മൈ ആക്ച്വൽ ലൊക്കേഷൻ. മൈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ is none other than Grand Palace. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എവിടെയാണ് സത്യം പറഞ്ഞ് ഇതിൻ്റെ ഗേറ്റൊന്നും എനിക്കറിയത്തില്ല. കുറേ ടൂറിസ്റ്റുകളുണ്ട്. ഇറ്റ്സ് ആക്ച്വലി നല്ല സീസണാണ് ഇപ്പോൾ നവംബർ. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. ഹൈപ്പെട്ടതൊക്കെ വെറുതെയായി. ഗ്രാൻഡ് പാലസ് ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടുത്തെ ഒരു ക്വീൻ സിറിക്കിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോയൽ ഫാമിലി മെമ്പർ മരിച്ചിരുന്നു ഐ തിങ്ക് ഫ്യൂ വീക്സ് ബാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മോർണിംഗ് പീരീഡാണ്. അനുശോചനാർത്ഥം ഇവിടുത്തെ കുറേ പരിപാടികൾ ഇതുപോലെ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ ഇതുപോലെ എന്താ പറയുക ടെമ്പിൾസ് ചിലത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ 2 ലിസ്റ്റിലുണ്ടായിരുന്നതായിരുന്നു ഗ്രാൻഡ് പാലസ് ആൻഡ് എമറാൾഡ് ബുദ്ധ ടെമ്പിൾ. പക്ഷെ രണ്ടും ക്ലോസ്ഡ് ആണ്. എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ലൊക്കേഷനിലോട്ട് ഞാൻ പോവുകയാണ്. കാരണം ഒത്തിരി ടെമ്പിൾസ് ഉണ്ട്. എല്ലാം ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, ഒന്ന് മിസ്സായാലും നമുക്ക് വിഷമിക്കേണ്ട, അപ്പുറത്തെ ലൊക്കേഷൻ പിടിച്ച് പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്, വിച്ച് ഈസ് വാട്ട് ഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ. തായ്ലൻഡിലെ ടെമ്പിൾസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതിപ്പം ഇവിടെ ഇത്ര ക്രൗഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ബിക്കോസ് ബാക്കി 2 മെയിൻ ലാൻഡ്മാർക്ക്സ് ക്ലോസ്ഡ് ആണ്. സോ ഫൈനലി നമ്മളത് റിക്ലൈനിങ് ബുദ്ധ സ്റ്റാച്ചു കാണാൻ പോവാണ്. ഇവിടെ ഒരു ഹ്യൂജ് ലൈൻ ഉണ്ട്. ഇന്ന് നല്ല റഷായതുകൊണ്ട്. സോ വാട്ട് ഫോർ ടെമ്പിളിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം സർപ്രൈസിങ്ങിൽ എടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഡേ ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകാനൊന്നുമില്ല. ഹാവ് ടു ക്യാച്ച് മൈ ട്രെയിൻ 6:40-ക്കാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടൊരു ഐറ്റം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് വന്നിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു മിഷലിൻ റേറ്റഡ് ഒരു കുട്ടി ഷോപ്പുണ്ട്. അപ്പം അവിടെ പോയിട്ട് എൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് കഴിക്കണം. അത് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഫേവറേറ്റ് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്ത് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കരുത് കേട്ടോ. ഫ്രാനക്കോണിൽ കെ പന്നിച്ച് മാംഗോ സ്റ്റിക്കി റൈസ് മിഷലിൻ റേറ്റഡ് ആണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്. വരുവാണെങ്കിൽ ട്രൈ ചെയ്തു, ഇറ്റ്സ് ഗുഡ്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് എന്തൊരു ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്വിങ് ഉണ്ട്. സ്വിങ് എന്ന് പറഞ്ഞൊരു ജൈൻറ്റ് സ്വിങ് എന്നാണത് പറയണത്. എൻ്റെ പുറകിൽ എന്തോ വലിയ ഹിസ്റ്ററി ഉണ്ട്.
എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഫോൺ നിറച്ച് ബുദ്ധൻ്റെ ഫോട്ടോസാണ് നിറച്ച് വിട്ടത്. എൻ്റെ ഫോട്ടോനേക്കാളും കൂടുതൽ ബുദ്ധൻ്റെ ഫോട്ടോസാണെന്നാണ് ഞാൻ എടുത്തു വെച്ചേക്കണത്. ഇന്ന് ബുധനാഴ്ച ഉണ്ടായിരിക്കും അല്ലേ. ഇതാണിപ്പം ഞാൻ പറഞ്ഞ ജൈൻറ്റ് സ്വിങ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പം ഒരു ചെറിയൊരു റൗണ്ട് അബൌട്ടിൻ്റെ നടുക്കുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഹിസ്റ്ററി ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അത് വായിക്കാമെന്ന് വിളിച്ച് വന്നായിരുന്നു. ഓക്കെ, ദ ജൈൻറ്റ് സ്വിങ് വാസ് 2 years after the foundation of Ratanaka Sasya. വായിക്കാൻ അറിയുന്നില്ല ഗൈസ്. എനിക്കൊന്നും മനസ്സിലായില്ല. ജൈൻറ്റ് സ്വിങ് അത്രേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ നല്ലൊരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ലുക്സ് ഗുഡ്. ഇവിടെ നവംബറിൽ ചൂട് കുറവാണെന്നൊക്കെ കേട്ടിരുന്നു. അപ്പം ഞാൻ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കുറവാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ചെക്കണമാണ്. ഭയങ്കര ക്രാഫ്റ്റ് വർക്ക് കേട്ടോ. അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ തൊട്ടടുത്തുള്ളൊരു ടെമ്പിളിൽ വന്നാട്ടോ. ഇത് ബ്യൂട്ടിഫുൾ, ഭയങ്കര പീസ്ഫുൾ. ഒരു തിരക്കും ഇല്ല, ആരുമില്ല ഇവിടെ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പേര് വാത്ത് രച്ചാ ബോഹിത് അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അതാണിത് പേര്. പക്ഷേ ഇവിടെ ഫ്രീ എൻട്രി ആട്ടോ. ഇവിടെ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സെറ്റ് സ്ഥലം. സത്യം പറയാൻ എനിക്ക് നേരത്തെ പോയ ടെമ്പിളിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്ക്. ഇപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ ഒരു ടൈമാണ്. നല്ല രസമുണ്ട് ഈ ടെമ്പിൾ. ഞാൻ ചുമ്മാ പറയുമല്ല കേട്ടോ, സീരിയസ്ലി. ഭയങ്കര എന്താ പറയുക, ഇവരിങ്ങനത്തൊക്കെ പണിത് വെച്ചേക്കുന്നത്. എൻ്റെ ദൈവമേ, ഭയങ്കര രസതാ. വിക്കറ്റ് ദിസ്. എനിക്കിവിടെ പോകാൻ തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ചിയാങ് മൈ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ എടുത്തിട്ട് വന്ന കേട്ടോ. നല്ല ട്രെയിനായിരുന്നു. ആക്ച്വലി ട്രെയിനിൽ വന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് വളരെ കോമഡി ആയിട്ടുള്ളൊരു സീനായിരുന്നു. നല്ല റഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ സംഭവം ആ ട്രെയിൻ കിട്ടി എനിക്ക്. അങ്ങനെ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് ഒരു 7 എനിക്ക് ഇവിടെ നിന്ന് ഇനി എൻ്റെ ഹോസ്റ്റലിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ ബോൾട്ടോ ഗ്രാബോ ഏതെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുറകെ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഹോസ്റ്റൽ. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഞാനൊന്ന് ഫ്രഷായിട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് അവർ ഡേ. ചിയാങ് മൈ എക്സ്പ്ലോറേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. വയ്യ, ടയേർഡായി.